ഡൊണാൾഡ് ട്രംപ് വന്ന് മൂപ്പര് എന്തൊക്കെ ചെയ്തു കൂട്ടാൻ നമുക്കറിയില്ല. പക്ഷെ ഒരു നല്ല കാര്യം ചെയ്ത് എനിക്ക് അംഗീകരിക്കേണ്ടി വരും. എന്താ? അദ്ദേഹം പറഞ്ഞു 2 ജെൻഡറേ ലോകത്തുള്ളൂ, മെയിൽ ആൻഡ് ഫീമെയിൽ. ട്രാൻസ്ജെൻഡറിന്റെ പരിപാടി ഒച്ചപ്പാടുണ്ടാക്കി വരാൻ നിൽക്കേണ്ട, ഒരൊറ്റ കുട്ടിക്ക് ഒരു ആനുകൂല്യം തരൂല. ട്രംപിന്റെ ഒരു ചില നല്ല കാര്യം മൂപ്പര് പലതും വിളിച്ചു പറയും. പക്ഷെ അയാൾ ജനിച്ചിട്ട് ഇതുവരെ, അയാൾ പറഞ്ഞ വിഷയമാണ് ഒരു ഇന്റർവ്യൂവിൽ, ഇതുവരെ ഒരു മുറുക്ക് കള്ളു കുടിച്ചിട്ടില്ല, ജീവിതത്തിൽ സിഗരറ്റ് വലിച്ചിട്ടില്ല അദ്ദേഹം പറയാം. എനിക്ക് എൻ്റെ ഒരു സഹോദരനുണ്ട്, അയാളുടെ പേര് ഫ്രെഡ് എന്ന, എൻ്റെ ജ്യേഷ്ഠൻ, നല്ല മനുഷ്യ, ഹി വാസ് എ വെരി ഗുഡ് ബ്രദർ. പക്ഷെ കള്ളുകുടിയനാണ്, കുടിച്ച് ജീവിതം തകർന്നു. എന്നോട് പറയും, ഡൊണാൾഡ് നീ കുടിക്കരുത് കേട്ടോ, ജ്യേഷ്ഠന്റെ ഉപദേശം. ട്രംപ് സ്കൂളിൽ പോകുന്നൊരു മോനുണ്ട്, 8 വയസ്സുള്ള മോനോട് പറയുന്നുണ്ട്, സൺ നെവർ ഡ്രിങ്ക് ഇൻ യുവർ ലൈഫ്. ആൽക്കഹോളോ മദ്യമോ ലഹരിയോ നിന്റെ വായിലൂടെ കടക്കരുത്, നിന്റെ ജീവിതത്തിൽ സ്മോക്ക് ചെയ്യരുത്. കുട്ടിയോട് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അദ്ദേഹത്തിന് ചില നന്മകളുണ്ട്, ആ നന്മകളിൽ നമുക്ക് പറ്റുന്നെടുക്കാം. നന്മയെ നന്മയായിട്ട് നമ്മൾ അംഗീകരിക്കണം, അല്ലേ? അദ്ദേഹം കൊണ്ടുവന്ന ആദ്യത്തെ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം അതാ, ആണും പെണ്ണേ ഇവിടെ ഉള്ളൂ. ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞൊരു ജെൻഡർ ഉണ്ടാക്കണ്ട. കാരണം അൽഹഖിൽ മാലവി ബിൽ മബാൽ, മനുഷ്യന്റെ മബാലുകൾ ഒന്നുകിൽ ദഖറാണ് അല്ലെങ്കിൽ ഉൻസയാണ്, ആണും പെണ്ണേ ഉള്ളൂ. വെറുതെ കോലം കെട്ടണ്ട. കാരണം അങ്ങനെ ഒരു ട്രെൻഡ് വല്ലാതെ ലോകത്ത് പ്രചരിച്ചു കഴിഞ്ഞു. റെയിൻബോ എന്ന് പറയുന്ന സംഭവം എത്ര കുട്ടികൾക്ക് എന്തൊരു ഇഷ്ടമുള്ള സംഗതിയായിരുന്നു അത്. ഇപ്പൊ റെയിൻബോ വരക്കാൻ പറ്റുമോ? റെയിൻബോ അറിയില്ലേ? നമ്മുടെ മഴവില്ലിന്റെ ആ 7 നിറങ്ങൾ വെച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ ചിത്രം വരക്കും. ഇപ്പൊ ആ ചിത്രം വെച്ചാൽ നീ എന്താ ട്രാൻസ്ജെൻഡർ ആണോന്ന് ചോദിക്കും, നപുംസകാണോ എന്ന്. എന്താ അവരുടെ ചിഹ്നമായി മാറിയിട്ടുണ്ടല്ലോ അത്, ആർക്കറിയാം? എന്തൊരു ബുദ്ധിമുട്ട്. റെയിൻബോ എന്ന് പറഞ്ഞ സംഭവം ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിലൊക്കെ അങ്ങനെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടോ എനിക്ക് അറിയില്ല, നമ്മൾ ഉൾക്കൊള്ളാറുണ്ട്. കൈയും പിടിച്ച് കോർത്ത്, ഒരു ആണുമാണ് കൈ പിടിച്ച് കോർത്ത് നടന്നാൽ ഭയങ്കര പ്രശ്നമല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനൊരു സ്ഥലത്ത് യാത്ര ചെയ്യുക, വേറൊരു കൺട്രിയിൽ യാത്ര ചെയ്തു. അപ്പോൾ എൻ്റെ കൂടല്ലാടെ കൈ പിടിച്ച് നടക്കുമ്പോൾ ഒരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കൈ അങ്ങ് വിട്ടേക്കിട്ടോ, 2 ആണുങ്ങൾ കൈ പിടിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ പലതും അവർ ആലോചിക്കുമെന്ന്. സുബ്ഹാനല്ലാഹ്, നോക്കണേ. അപ്പൊ കൈ വിട്ട് നടക്കണം. ആണും കല്യാണം കഴിച്ചാലാണല്ലോ അങ്ങനെ നടക്കുക. നമ്മുടെ നാട്ടിൽ വല്ല കഥയുണ്ടോ? നമ്മൾ കൈ പിടിച്ചങ്ങനെ നടന്നു പോകൂലേ? എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ദുബൈയിലെ ഒരു ബ്രിട്ടീഷ് സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോഴേ എൻ്റെ ഒരു കൊളീഗ് ഉണ്ട്. ഞാനും അയാളും കൈ പിടിച്ച് ഇങ്ങനെ സ്കൂളിലേക്ക് അസംബ്ലി കഴിഞ്ഞ് കിടക്കുമ്പോൾ ബാക്കിൽ നിന്ന് കുട്ടികൾ ചിരിക്കുന്നുണ്ട്. ഞാൻ അന്ന് ജോയിൻ ചെയ്ത സമയമാണ്. അപ്പം എനിക്ക് വലിയ പിടുത്തം കിട്ടിയില്ല എന്താ ഇവർ ചിരിക്കാൻ കാരണം. ഹൈസ്കൂളിലെ കുട്ടികളാണ്. അപ്പോഴെന്നോട് അദ്ദേഹം സയൻസ് ലാബ് അറ്റൻഡറാണ്, ഡോക്ടർ അനസ് എന്ന് പറയും. അപ്പം അദ്ദേഹം എന്ന് പറഞ്ഞു, മിസ്റ്റർ ഹാക്ക് അവരെന്താ പറയണമെങ്കിൽ മനസ്സിലായി എന്ന് ചോദിച്ചാൽ, ഇല്ലല്ല, നമ്മൾ കൈ വെൻ വി ഹോൾഡ് അവർ ഹാൻഡ്സ് ടുഗദർ, അവർ പറയും നമ്മൾ ഗെയ്സ് ആണെന്ന് വിചാരിക്കും. സുബ്ഹാനല്ലാഹ്, പെണ്ണും കൈ പിടിച്ച് നടക്കാൻ പറ്റൂലല്ലോ. അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോഴത്തെ നിയമം. അള്ളാഹു ആര് കൊണ്ടുവന്ന നിയമം എന്നറിയില്ല. അപ്പൊ ട്രംപ് കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ ആദ്യ പ്രഖ്യാപനം എനിക്കത് ഇഷ്ടമായി. അങ്ങനെ നല്ല ബുദ്ധി ആൾക്ക് തോന്നിയല്ലോ. ഇവിടെ ആണും പെണ്ണേ ഉള്ളൂ, മൂന്നാമത്തെ ഒരു ജെൻഡർ ഇല്ല. ആണെന്നെങ്കിലാണ്, അല്ലെങ്കിൽ പെണ്ണ്, അതന്നെ.